ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ സ്ട്രിംഗ് റിസോഴ്സ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 3 സ്ട്രിംഗ് റിസോഴ്സസും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3 നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ ഒരു മൊഡ്യൂൾ മുഴുവൻ നമ്മൾ കംപ്ലീറ്റ് പല ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള റിസോഴ്സസ് ആണ് നമ്മൾ ഈ ഒരു സെക്കൻഡ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്ട്രിംഗ് റിസോഴ്സ് പറഞ്ഞു നിർത്തിയപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിരുന്നു സ്ട്രിങ്, അതേപോലെ തന്നെ സ്ട്രിങ് അറേ, അതേപോലെ തന്നെ ക്വാണ്ടിറ്റി സ്ട്രിംഗ് പ്ലൂറൽസ്, കൂടാതെ ഫോർമാറ്റിങ്ങിനും കുറേ സംഭവങ്ങളുണ്ട് അല്ലേ, ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം നമ്മൾ ജസ്റ്റ് ഇന്ന് ആദ്യം പറയാനായിട്ട് പോണത് സ്ട്രിങ്ങിൻ്റെ ഫോർമാറ്റും സ്റ്റൈൽസും ഒക്കെയാണ്. നമുക്കറിയാം സ്ട്രിങ് എന്ന് പറയുമ്പോൾ ഒരുപാട് സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ് സ്ട്രിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഫോർമാറ്റും സ്റ്റൈലുകളൊക്കെ നമ്മളുടെ ആവശ്യാർത്ഥം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ആ ഒരു ചേഞ്ചസും ഒക്കെ പോയി സ്റ്റോർ ചെയ്യുന്നത് സ്ട്രിംഗ് റിസോഴ്സിലാണ്. സ്ട്രിംഗ് റിസോഴ്സിൽ സ്ട്രിങ്ങും അറേയും ക്വാണ്ടിറ്റിയും മാത്രമല്ല, അതിന് അപ്ലൈ ചെയ്യുന്ന എല്ലാ പ്രോപ്പർട്ടീസും പോയിട്ട് സ്റ്റോർ ആവുന്നുണ്ട് എന്നുള്ള കാര്യം ഞാൻ ഇനീഷ്യലി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഏതൊക്കെയാണ് ആ പ്രോപ്പർട്ടീസ് എന്നാണ് ജസ്റ്റ് നമ്മൾ ഇന്ന് പറയാനായിട്ട് പോണത്. നമുക്കറിയുന്നതാണ് ബാക്ക് സ്ലാഷ്. നമ്മൾ ഒരു സ്ട്രിങ് എഴുതുന്ന സമയത്ത് സംടൈംസ് നമുക്ക് ബാക്ക് സ്ലാഷ് ഇടേണ്ടതായിട്ട് വരും അല്ലേ. നമ്മൾ പ്രോഗ്രാമൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടില്ല, ബാക്ക് സ്ലാഷ് നിങ്ങൾക്ക് ഇടേണ്ടി വരും, ഡബിൾ കോട്ട് ഇടേണ്ടി വരും, സിംഗിൾ കോട്ട് ഇടേണ്ടി വരും, കോമ കൊടുക്കേണ്ടി വരും അല്ലേ, അപ്പോസ്ട്രോഫി ഒക്കെ, അങ്ങനെയൊക്കെ സംഭവങ്ങൾ നിങ്ങൾ സ്ട്രിങ്ങിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതൊക്കെ പോയിട്ട് സ്റ്റോർ ചെയ്യുന്നത് സ്ട്രിംഗ് റിസോഴ്സിലാണ്. ഇതിനെ നമ്മൾ ഫോർമാറ്റിംഗ് സ്ട്രിങ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് ഇത്തരത്തിലുള്ള സ്പെഷ്യൽ ക്യാരക്ടേഴ്സിനൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് മാത്രമല്ല ഡബിൾ കോട്ട്, അതേപോലെ തന്നെ ഡയമണ്ട് സിമ്പൽ, മോഡ്, അഡ്രസ് ഓപ്പറേറ്റർ, അങ്ങനെയുള്ള കുറേ സിമ്പിൾസ് ഒക്കെ ഇല്ലേ, അതൊക്കെ വരുന്നത് നമ്മളുടെ ഈ ഒരു ഫോർമാറ്റിങ്ങിലാണ് വരുന്നത്. കണ്ടോ, കുറേ എണ്ണുണ്ട്. @, ക്വസ്റ്റ്യൻ മാർക്ക്, ലെസ് ദാൻ സിമ്പിൾ, ആൻഡ്, കൊട്ടേഷൻ, ഡബിൾ കോട്ട്, സിംഗിൾ കോട്ട് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ വരുന്നത് നമ്മുടെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്. ഇതൊക്കെ നമ്മൾക്ക് സ്ട്രിങ്ങിൽ അപ്ലൈ ചെയ്യാം. അതൊക്കെ നമ്മുടെ സ്ട്രിംഗ് റിസോഴ്സിൽ പോയിട്ട് സ്റ്റോർ ആവും ചെയ്യും കേട്ടോ. ഇത് കൂടാതെ നമ്മൾ ഫോർമാറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ഇപ്പോൾ ഇവിടെ കൊടുത്തില്ല നോക്കൂ, സ്ട്രിങ് കോഡായിട്ട് നമ്മൾ കൊടുക്കുക, ആർഗ്യുമെന്റ്സ് ആയിട്ട് കൊടുത്തിട്ട് നമ്മൾ സ്ട്രിങ്ങിനെ ഫോർമാറ്റ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അതും നമ്മുടെ സ്ട്രിംഗ് റിസോഴ്സിലോട്ടാണ് പോവുക. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കൂ, സ്ട്രിംഗ് നെയിം ഇസ് ഈക്വൽ ടു വെൽക്കം മെസ്സേജ് എന്ന് കൊടുത്തിട്ടുണ്ട്. ദെൻ ഹലോ എന്ന് പറയുന്നതാണ് നമ്മളുടെ സ്ട്രിങ്ങിന്റെ എക്സ്റ്റേണൽ നെയിം. ദെൻ %1 യു ഹാവ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ചേഞ്ച് നമ്മുടെ എന്തിൽ വരും, നമ്മുടെ സ്ട്രിങ്ങിൽ വരും. ഓക്കെ, ദെൻ അതൊരു സ്റ്റൈല്. രണ്ടാമതെന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ HTML മാർക്കപ്പ് യൂസ് ചെയ്തിട്ട് നമുക്കറിയാലോ, ബോൾഡ്, ഇറ്റാലിക്, അണ്ടർലൈൻ, അങ്ങനെ കുറേ സംഭവങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. ഇപ്പൊ സ്ട്രിംഗ് നെയിം കൊടുത്തിട്ട് നമ്മൾ ബി വെൽക്കം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബോൾഡ് ആയിട്ട് മാറും, ഇറ്റാലിക്, അണ്ടർലൈൻ, അതേപോലെ തന്നെ പോരാതെ ഫോണ്ട് സൈസ് കൊടുക്കാം, ഫോണ്ട് കളർ, ഫോണ്ട് ഫേസ്, അങ്ങനെയുള്ള കുറേ സംഭവങ്ങളും അതും നമ്മൾ സ്ട്രിങ്ങിനെ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി മാർക്കപ്പിൽ യൂസ് ചെയ്യുന്നതാണ്. ഇതേ മാർക്കപ്പ് തന്നെയാണ് നമ്മൾ XML യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതേ സംഭവങ്ങൾ നമ്മൾ അതിൽ യൂസ് ചെയ്യുന്നത്. നമുക്ക് ബോൾഡ്, ഇറ്റാലിക്, അതേപോലെ തന്നെ സ്മോളർ ആക്കാൻ, ഡിവ് ചെയ്യാൻ, ഫോണ്ടിൽ സെറ്റ് ചെയ്യാൻ, അണ്ടർലൈൻ ചെയ്യാൻ, സബ്സ്ക്രിപ്റ്റ് ആക്കാൻ, സൂപ്പർസ്ക്രിപ്റ്റ് ആക്കാൻ അല്ലേ, e⁻x, ദെൻ ലോഗരിതം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സബ് സൂപ്പറൊക്കെ ആയിട്ട് എഴുതൂല, ബുള്ളറ്റിൻസ് ആഡ് ചെയ്യാൻ, ലൈൻ ബ്രേക്ക് കൊടുക്കാൻ, ഇങ്ങനെയുള്ള എല്ലാ HTML ചെയ്തെല്ലാം നമുക്ക് XML ചെയ്യാൻ പറ്റും. അപ്പോൾ XML അതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു സോഴ്സ് പോയിട്ട് സ്റ്റോർ ചെയ്യുന്നത് നമ്മുടെ സ്ട്രിംഗ് റിസോഴ്സിലായിരിക്കും. ഓക്കെ, കാരണം സ്ട്രിങ്ങിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഇത്രയും പ്രോപ്പർട്ടീസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സ്ട്രിംഗ് റിസോഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരൊറ്റ സിംഗിൾ ആയിട്ട് നിങ്ങൾ സ്ട്രിംഗ് റിസോഴ്സ് എന്താണെന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ അതിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക. അടുത്ത റിസോഴ്സ് ആണ് ലേഔട്ട് റിസോഴ്സ് എന്ന് പറയുന്നത്. ലേഔട്ട് റിസോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളുടെ UI അല്ലെങ്കിൽ അതിന്റെ ആർക്കിടെക്ചർ. ഇപ്പൊ നിങ്ങൾ ആൻഡ്രോയിഡിൽ നിങ്ങൾ പ്രോഗ്രാം ചെയ്യുന്നു, ആദ്യം നിങ്ങൾ ലോഗിൻ പേജ് ഉണ്ടാക്കുന്നു എന്ന് വിചാരിക്കുക, അതൊരു ലേഔട്ട് ആണ്. അടുത്തത് ലോഗിൻ പേജിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അടുത്തൊരു ഹോം പേജിലോട്ട് പോകുന്നെങ്കിൽ അതൊരു ലേഔട്ട് ആണ്. അത്തരത്തിൽ വരുന്ന ആ ഒരു ഫോം ഉണ്ടല്ലോ, ആ ഒരു ഏരിയ ഇല്ല, അതിനാണ് നമ്മൾ ലേഔട്ട് എന്ന് പറയുന്നത്. അപ്പൊ ലേഔട്ട് റിസോഴ്സ് എന്ന് പറയുമ്പോൾ ആ ഒരു ലേഔട്ടിനെ നമ്മൾ മേക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എഴുതുന്ന കോഡുകളും അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പോയിട്ട് സ്റ്റോർ ചെയ്യുന്നത് എവിടെയായിരിക്കും, ലേഔട്ട് റിസോഴ്സിലായിരിക്കും പോയിട്ട് സ്റ്റോർ ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, ഇത് ലേഔട്ട് റിസോഴ്സ് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ്. ആദ്യം ഞാൻ ഈ പ്രോഗ്രാം പറയുന്നില്ല, ഇതിൽ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്, അത് പറഞ്ഞ ശേഷം ഞാൻ ഈ പ്രോഗ്രാം പറയാം. ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ. നമ്മൾ മെയിൻ ആയിട്ട് പറയുന്നത് ആൻഡ്രോയിഡ് കണ്ടോ, ആൻഡ്രോയിഡ് ലേഔട്ട് ഹൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്, ആൻഡ്രോയിഡ് ലേഔട്ട് വിത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇങ്ങനെ ഹൈറ്റും വിത്തും സെറ്റ് ചെയ്യുമ്പോൾ ആ ഹൈറ്റിലും വിത്തിലും ആയിരിക്കും നമ്മുടെ ആൻഡ്രോയിഡിലുള്ള ആ ഒരു ഫോം അല്ലെങ്കിൽ ആ ഒരു വിൻഡോ അപ്പിയർ ചെയ്യുന്നുണ്ടായിരിക്കുക. സോ അത് സെറ്റ് ചെയ്യുന്ന റിസോഴ്സസ് ആണ് ആക്ച്വലി ലേഔട്ട് റിസോഴ്സിൽ ഉള്ളത്. ഓക്കെ, ഒരു വലിയ കോഡാണ്. ഇനി ലേഔട്ട് റിസോഴ്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന എലമെന്റ്സ്, അതായത് ടാഗുകൾ. ലേഔട്ട് റിസോഴ്സിൽ മാത്രമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് ടാഗുകളാണ് നമ്മൾ പറയുന്നത്. ഒന്നാണ് വ്യൂ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഈ വ്യൂ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഈ ഒരു ടാഗിന്റെ അണ്ടറിലാണ് നമ്മളുടെ ഡിസൈൻ ചെയ്യുന്ന ആൻഡ്രോയിഡിന്റെ പേജില്ലേ, ആ ഷീറ്റിന്റെ ഓൾ ലേഔട്ട്. അതായത് ഇപ്പൊ ഞാനൊരു ലേഔട്ട് അങ്ങോട്ട് സെറ്റ് ചെയ്തു, ഹൈറ്റ് 100, വിത്ത് 100 എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു പ്രോഗ്രാമിൽ പിന്നെ ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാത്തിന്റെയും വിത്തും ഹൈറ്റും അത് തന്നെ ആയിരിക്കും. മനസ്സിലായില്ലേ? അതായത് നമ്മൾ ഫോണിൽ കാണുന്ന ഈ ഒരു ഡയമെൻഷൻ, ആ ഒരു ഡയമെൻഷനെയാണ് നമ്മൾ ഈ ലേഔട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ലേഔട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നത് വ്യൂ ഗ്രൂപ്പിലാണ്. ഓക്കെ,
പിന്നെ അപ്പോൾ ആ ഒരു വ്യൂ ഗ്രൂപ്പിൽ വരുന്ന ആട്രിബ്യൂട്ട്സ് ആണ് ഒന്ന് ആൻഡ്രോയിഡ് ID, ഒന്ന് ആൻഡ്രോയിഡ് ലേഔട്ട് ഹൈറ്റ്, ഒന്ന് ആൻഡ്രോയിഡ് ലേഔട്ട് വിഡ്ത്ത്. ആൻഡ്രോയിഡ് ID എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന്റെ റെഫറൻസ്, ആ ഫോമിന്റെ പേര്, ഫോമിന്റെ ID നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഫോമിലേക്ക് നമുക്ക് വേഗം വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ID സെറ്റ് ചെയ്ത് കൊടുക്കണത്. അത് കൂടാതെ ലേഔട്ട് ഹൈറ്റ്, നമ്മൾ ആ ഒരു ലേഔട്ടിന്റെ ഹൈറ്റും വിഡ്ത്തും നമ്മൾ നമ്മളുടെ ആവശ്യാർത്ഥം ഉള്ള ഒരു ഡയമെൻഷൻ വാല്യൂ വെച്ച് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇതാണ് അതിന്റെ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ അതിൽ വരുന്ന എലമെന്റ് ആണ് വ്യൂ എന്ന് പറയുന്ന എലമെന്റ്. വ്യൂ എന്ന് പറയുന്ന എലമെന്റിൽ നമ്മൾ മെയിൻ ആയിട്ട് ആഡ് ചെയ്യുന്നത് ഈ നമ്മൾ കൺട്രോൾസിനൊക്കെ ആഡ് ചെയ്യല്ലോ, അതായത് ഇപ്പോൾ ടെക്സ്റ്റ് ബോക്സ്, ബട്ടൺ, ചെക്ക് ബോക്സിനൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കൂലേ. അപ്പോൾ അതിൻ്റെ ഒക്കെ പെർട്ടിക്കുലർ അലൈൻമെന്റ്സ് പോയി കിടക്കുന്നത് ഈ വ്യൂ എന്ന് പറയുന്ന എലമെന്റിലാണ്. നമ്മൾ ഒരു സാധാരണ ഒരു UI ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നമ്മൾ കൺട്രോൾസിന് ആഡ് ചെയ്ത് കൊടുക്കും അല്ലേ. ടെക്സ്റ്റ് നമുക്ക് വേണ്ട കൺട്രോൾസ് ഏതാണ്, ആ കൺട്രോൾസിനൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. ആ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിന് വേണ്ട അലൈൻമെന്റ്സ് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ലേഔട്ടാണ് ഈ വ്യൂവിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ അതിനും ഇതുപോലെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 3 ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ആൻഡ്രോയിഡ് ID ഉണ്ട്, അത് യുണീക്ക് ഐഡന്റിഫയർ, അതിനെ യുണീക്ക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ, ആ ഒരു കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇപ്പോൾ ടെക്സ്റ്റ് ബോക്സ് ആണെങ്കിൽ അതിനെ യുണീക്ക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആൻഡ്രോയിഡ് ID എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ലേഔട്ട് വിഡ്ത്തും, അതേപോലെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ലേഔട്ട് ഹൈറ്റും, അതിപ്പോൾ ഓരോന്നിനും ടെക്സ്റ്റ് ബോക്സിനും ബട്ടണിനും നമ്മൾ പ്ലേസ് ചെയ്യുന്ന ചെക്ക് ബോക്സിനും ഒക്കത്തിനും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ വ്യൂ എന്ന് പറയുന്ന ഈ ഒരു എലമെന്റിന്റെ അണ്ടറിലാണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടെണ്ണമാണ് നമ്മൾ ലേഔട്ടിലുള്ളത്. ഇപ്പോൾ ഇതിന് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ഒരു കംപ്ലീറ്റ് പ്രോഗ്രാം ആണിത്. ഇപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. കണ്ടോ, ആദ്യം തന്നെ നമ്മുടെ ആൻഡ്രോയിഡിന്റെ ലേഔട്ടാണ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. വിഡ്ത്തും ഹൈറ്റും ഓറിയന്റേഷനും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് വെർട്ടിക്കൽ ആണെങ്കിൽ വെർട്ടിക്കൽ, ആ ഒരു ഓറിയന്റേഷൻ ആണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഡിഫോൾട്ട് വെർട്ടിക്കൽ എന്നുള്ളത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് മൂന്നും നമ്മുടെ നമ്മുടെ കോമൺ ആയിട്ടുള്ള ആൻഡ്രോയിഡിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഫോമിന്റെ എന്താ പറയാ ഡയമെൻഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്, ലേഔട്ട് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ദെൻ അടുത്ത് നോക്കൂ, ടെക്സ്റ്റ് വ്യൂ എന്ന് പറയുന്നത് നമ്മളുടെ ടെക്സ്റ്റ് ബോക്സ് ആണ്. ആ ടെക്സ്റ്റ് വ്യൂവിന് മാത്രമായിട്ട് കണ്ടോ നമ്മൾ ഈ ബാക്കി പറഞ്ഞ ലേഔട്ടുകൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കണ്ടോ. ടെക്സ്റ്റ് വ്യൂ ആൻഡ്രോയിഡ് ID എന്ന് പറഞ്ഞിട്ട് ഒരു ID കൊടുത്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് ലേഔട്ട് വിഡ്ത്ത് എന്ന് പറഞ്ഞിട്ട് വിഡ്ത്ത് കൊടുത്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് ലേഔട്ട് ഹൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഹൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ ടെക്സ്റ്റ്, ആൻഡ്രോയിഡ് ടെക്സ്റ്റ് എന്നിട്ട് ഹലോ ഐ ആം ടെക്സ്റ്റ് വ്യൂ, അതിൻ്റെ ഉള്ളിൽ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യാപ്ഷൻ എന്താ വെച്ചാൽ അതും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആട്രിബ്യൂട്ട് നമ്മൾ ടെക്സ്റ്റ് വ്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബട്ടണും കറസ്പോണ്ടിങ് ആയിട്ട് ID, വിഡ്ത്ത്, ഹൈറ്റ്, ഒരു ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുക. അപ്പൊ 2 എലമെന്റ്സ് ആണ് ലേഔട്ടിലുള്ളത്, വ്യൂ ഗ്രൂപ്പും അതേപോലെ തന്നെ വ്യൂ എന്ന് പറയുന്ന എലമെന്റ്. അപ്പൊ ഇതാണ് രണ്ടാമത്തെ നമ്മളുടെ ആൻഡ്രോയിഡിലുള്ള റിസോഴ്സ് എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് ലേഔട്ട് റിസോഴ്സ്. അപ്പൊ ലേഔട്ട് റിസോഴ്സ് നിങ്ങൾ ആ എക്സാമ്പിളും കൂടെ വെച്ചിട്ടൊന്ന് നോക്കി വെക്കുക കേട്ടോ. താങ്ക് യു.